പ്രൊഫഷണലായിട്ടുള്ള ലെക്ചറേച്ച കൊടിയന്തറച്ച കാലാൽ ഗുരുവച്ചൻ ഞങ്ങളുടെയൊക്കെ ഏകദേശം 14-15 വർഷം ഈ SH മൈനർ സെമിനാറിലെ റെക്ടറായിരുന്ന കാലാലച്ച ഇട്രാച്ചൻ സാറ് പൈനലച്ച ബാക്കിൽ 2-3 അച്ഛന്മാരുണ്ട്. അവർ അധ്യാപകരെ, ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടത് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇവിടെ കയറി വരുമ്പോൾ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ചുമ്മാ ഇങ്ങോട്ട് ഓടിപ്പോരുകയായിരുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം ഇവർ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ ഞാൻ പറയും പഠിച്ച കാര്യങ്ങളൊന്നും ഇവർ പ്രകടിപ്പിക്കുകയല്ല, മറിച്ച് ഇപ്പോഴും പഠിക്കുക. അതായത് ഒരു പ്രോഗ്രാം എങ്ങനെ നടത്തണം, ടെൻഷൻ നോക്കിക്കേ. ഇവിടുത്തെ പ്രത്യേകത എന്താ, ഇവർ തന്നെ സ്റ്റേജ് സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്യണം, ഇവർ തന്നെ വെക്കണം, ഇവർ തന്നെ അഭിനയിക്കണം, ഇവർ തന്നെ തിരിച്ചു വെക്കണം, ഇവർ തന്നെ അടുത്ത പരിപാടിക്ക് ഡ്രസ്സ് ഇടണം. അങ്ങനെ ഒത്തിരി യോഗയ്ക്ക് തന്നെയാണെങ്കിലും 2-3 പേര് കയറേണ്ടവർക്ക് മറന്നു വെച്ചാൽ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പഠനം എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ പഠിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണം. പ്ലാറ്റ്ഫോം ആയിട്ട് നിന്ന് വരുന്നതാണ് നമ്മുടെ ഓരോരുത്തർ. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം എന്താ വിചാരിച്ചേക്കാം ഈ 3 മണിക്കൂർ ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാണ്. പക്ഷെ ഞാൻ പറയും ക്ഷമയോടുകൂടി നിങ്ങൾ ഇരുന്നേ പറ്റൂ. കാരണം വേറൊന്നുമല്ല, ഇവിടെ പുറത്തുനിന്ന് ഒരു വ്യക്തി പോലും ഇല്ല. ഇവിടെ ഈ കുഞ്ഞു മക്കളുടെ, അതായത് 17 പേരുടെ മാതാപിതാക്കളും ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും, അതുപോലെ തന്നെ ഇവരുടെ ടീച്ചേഴ്സ്, അത് അധ്യാപകരും ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ അച്ഛന്മാരും മാത്രമേ ഉള്ളൂ. വേറെ ആരും പുറത്തുനിന്ന് ഇല്ല. പുറത്തുനിന്ന് എനിക്ക് മറ്റ് സെമിനാരികളിൽ നിന്ന്, അതായത് നമ്മുടെയുമായിട്ട് അടുത്ത് നിൽക്കുന്ന കുറച്ച് സെമിനാരികളുണ്ട്, അവിടെ നിന്ന് അവിടുത്തെ റെക്ടേഴ്സിനെയോ അച്ഛന്മാരെയൊക്കെ വിളിക്കണമെന്നുണ്ടായിരുന്നു. അതുകൂടെ നമ്മൾ വിളിക്കാത്തതിന്റെ കാരണം എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നതാണ്. കാരണം ഇതൊരു പഠനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്വന്തമായിട്ടുള്ള ആ ഒരു ഓഡിയൻസ് ആണ് ഇതിന് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് ഇവരെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ള, നല്ല ഒത്തിണക്കമുള്ള, നല്ല സ്നേഹത്തോടും ഐക്യത്തോടും കൂടി പ്രവർത്തിക്കുന്ന 17 കുഞ്ഞനുജന്മാർ നിങ്ങളുടെ മക്കൾ. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.